ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹൈ ഹോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാന്റ് ഹോർമോൺസ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റ് ഹോർമോൺസ്, ഓൾസോ കോൾഡ് ആസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഓർ ഫൈറ്റോ ഹോർമോൺസ് ഓർ പ്ലാന്റ് ഗ്രോത്ത് സബ്സ്റ്റൻസസ്. പ്ലാന്റ് ഹോർമോൺസിന് നമുക്ക് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ PGR എന്നും ഫൈറ്റോ ഹോർമോൺസ് എന്നും പ്ലാന്റ് ഗ്രോത്ത് സബ്സ്റ്റൻസസ് എന്നും വിളിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 പ്ലാന്റ് ഹോർമോൺസ് ആണുള്ളത്. ദേ ആർ ഓക്സിൻസ് ഓർ IAA, ജിബറലിൻസ് ഓർ GA, സൈറ്റോകൈനിൻസ്, എത്തിലീൻ ആൻഡ് ലാസ്റ്റ് വൺ അബ്സിസിക് ആസിഡ് ഓർ ABA. ഈ 5 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ്. ഇനി ഓരോ പ്ലാന്റ് ഹോർമോൺസിൻ്റെയും കെമിക്കൽ കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആണ്. ദേ ഹാവ് ഡൈവേഴ്സ് കെമിക്കൽ കോമ്പോസിഷൻ. അപ്പോൾ അവയുടെ കെമിക്കൽ കോമ്പോസിഷൻ വെച്ചിട്ട് നമുക്കതിനെ 5 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതാണ് ഇൻഡോൾ കോമ്പൗണ്ട്സ്, അഡിനൈൻ ഡെറിവേറ്റീവ്സ്, കെരോട്ടിനോയിഡ് ഡെറിവേറ്റീവ്സ്, ടെർപീൻസ് ആൻഡ് ഗ്യാസസ്. ഇതാണ് 5 കാറ്റഗറി. ഇനി ഇൻഡോൾ കോമ്പൗണ്ട്സിൽ വരുന്ന ആളാണ് നമ്മുടെ ഓക്സിൻ അല്ലെങ്കിൽ IAA. ഓക്സിൻ്റെ വേറൊരു പേരാണ് IAA. IAA എന്ന് പറഞ്ഞാൽ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്നാണ്. അതായത് ഓക്സിൻ ഒരു ഇൻഡോൾ കോമ്പൗണ്ട് ആണ്. ഇനി സെക്കൻഡ് കാറ്റഗറിയായ അഡിനൈൻ ഡെറിവേറ്റീവ്സിൽ വരുന്ന ആളാണ് കൈനറ്റിൻ. കൈനറ്റിൻ എന്ന് പറയുന്നത് സൈറ്റോകൈനിൻ്റെ ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ കൈനറ്റിൻ ഒരു അഡിനൈൻ ഡെറിവേറ്റീവാണ്. ഇനി കെരോട്ടിനോയിഡ് ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് നമ്മുടെ അബ്സിസിക് ആസിഡ് ഓർ ABA. അതായത് ABA ഒരു കെരോട്ടിനോയിഡ് ഡെറിവേറ്റീവാണ്. നാലാമത്തെ കാറ്റഗറിയായ ടെർപീൻസിൽ വരുന്ന ആളാണ് നമ്മുടെ ജിബറലിക് ആസിഡ് അല്ലെങ്കിൽ ജിബറലിൻസ്. ഓക്കെ, ലാസ്റ്റ് കാറ്റഗറിയായ ഗ്യാസസിൽ വരുന്നതാണ് എത്തിലീൻ. അതായത് എത്തിലീൻ ഒരു ഗേഷ്യസ് ഹോർമോൺ ആണ്. ഇതാണ് കെമിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇതല്ലാതെ PGRസിൻ്റെ ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആൻഡ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പം അവയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യുന്നത്. അതായത് സെൽ ഇലോങ്ങേഷൻ, സെൽ ഡിവിഷൻ, സീഡ് ഫോർമേഷൻ തുടങ്ങിയ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. നമ്മുടെ ഓക്സിൻ അല്ലെങ്കിൽ IAA, ജിബറലിൻസ്, സൈറ്റോകൈനിൻസ് ഇവ മൂന്നും ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ്. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് അബ്സിസിക് ആസിഡ്. അതായത് അബ്സിസിക് ആസിഡ് പ്രൊമോട്ട് ചെയ്യുന്നത് അബ്സിഷനെയും ഡോർമൻസിയാണ്. ഓക്കെ, ഇനി ഈ 2 കാറ്റഗറിയിലും വരാത്ത ആളാണ് നമ്മുടെ എത്തിലീൻ. എത്തിലീൻ കുഡ് ഫിറ്റ് ഐദർ ഓഫ് ദി ഗ്രൂപ്പ്സ് ബട്ട് ഇറ്റ് ഈസ് ലാർജ്ലി ആൻ ഇൻഹിബിറ്റർ ഓഫ് ഗ്രോത്ത് ആക്ടിവിറ്റീസ്. എത്തിലീന് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസും ഉണ്ട്, ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷെ കൂടുതൽ ഏതാണ്? ഇൻഹിബിറ്ററി ആക്ടിവിറ്റിയാണ്. സോ എത്തിലീൻ ഈസ് ലാർജ്ലി ആൻ ഇൻഹിബിറ്റർ ഓഫ് ഗ്രോത്ത് ആക്ടിവിറ്റീസ്. ഇനി നമുക്ക് ഓരോ പ്ലാന്റ് ഹോർമോൺസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കുന്നത് ഓക്സിൻസ് ഓർ IAA. ഓക്കെ, ഓക്സിൻ ഫസ്റ്റ് ഐസോലേറ്റ് ചെയ്തത് ഹ്യൂമൻ യൂറിനിൽ നിന്നാണ്. ഇനി ഓക്സിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോവിംഗ് എപ്പിസസ് ഓഫ് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്. സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും അപ്പെക്സിലാണ് ഓക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ മോസ്റ്റ് റീജിയൻ. അപ്പോൾ സ്റ്റെംസിൻ്റെയും റൂട്ട്സിൻ്റെയും അപ്പർ മോസ്റ്റ് റീജിയണിൽ അല്ലെങ്കിൽ അപ്പെക്സിലാണ് ഓക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓക്സിൻ നോക്കുവാണെങ്കിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന ഓക്സിൻസും ഉണ്ട്, നമ്മൾ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യുന്ന ഓക്സിൻസും ഉണ്ട്. നാച്ചുറലായിട്ട് പ്ലാന്റ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത 2 ഓക്സിൻസ് ആണ് IAAയും IBAയും. ഓക്കെ, IAA എന്ന് പറഞ്ഞാൽ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ആണ്. IBA എന്ന് പറഞ്ഞാൽ ഇൻഡോൾ ബ്യൂട്ടൈറിക് ആസിഡ്. അപ്പോൾ ഇത് രണ്ടുമാണ് നാച്ചുറൽ ഓക്സിൻസ്. ഇനി സിന്തറ്റിക് ഓക്സിൻസ് ആണ് NAA ആൻഡ് 2,4-D. NAA എന്ന് പറഞ്ഞാൽ നാഫ്തലീൻ അസറ്റിക് ആസിഡ്, 2,4-D എന്ന് പറഞ്ഞാൽ 2,4-ഡൈക്ലോറോഫീനോക്സി അസറ്റിക്. ഇത് രണ്ടുമാണ് സിന്തറ്റിക് ഓക്സിൻസ്. ഇനി ഓക്സിൻസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫിനോമിനൻ ആണ് എപ്പിക്കൽ ഡോമിനൻസ്.
എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പിക്കൽ ബഡ്, ഗ്രോവിങ് എപ്പിക്കൽ ബഡ്, ലാറ്ററൽ ബഡ് അല്ലെങ്കിൽ ആക്സിലറി ബഡിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറയുവാണെങ്കിൽ എന്താണ്? ആ മെയിൻ സ്റ്റെമ്മ് മാത്രമാണ് മുകളിലേക്ക് വളരുക, പുതിയ ബ്രാഞ്ചസ് ഫോം ചെയ്യില്ല. പുതിയ ബ്രാഞ്ചസ് ഫോം ചെയ്യണമെങ്കിൽ ലാറ്ററൽ ബഡ്സ് അല്ലെങ്കിൽ ആക്സിലറി ബഡ്സിൻ്റെ ഫോർമേഷൻ നടക്കണം. അപ്പോൾ എപ്പിക്കൽ ബഡ് എന്ത് ചെയ്യും? ആക്സിലറി ബഡ്സിൻ്റെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇതാണ് എപ്പിക്കൽ ഡോമിനൻസ്. എന്താണ് ഇതിന് കാരണം? നമ്മൾ ആദ്യമേ പറഞ്ഞു, എപ്പെക്സിൽ സ്റ്റെമ്മിൻ്റെയും അതുപോലെ റൂട്ട്സിൻ്റെയും എപ്പെക്സിൽ ആരുണ്ട്? ഓക്സിൻ ഉണ്ട്. അപ്പോൾ ഈ എപ്പിക്കൽ ബഡിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഓക്സിനാണ് ആക്സിലറി ബഡിൻ്റെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്തത്. ഇതാണ് എപ്പിക്കൽ ഡോമിനൻസ്. ഓക്കെ, അതായത് പുതിയ ബ്രാഞ്ചസ് ഫോം ചെയ്യില്ല. അപ്പം നമുക്കിത് എങ്ങനെ പരിഹരിക്കാം? നമുക്ക് ആ എപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഷൂട്ട് ടിപ്പ് റിമൂവ് ചെയ്യാം. അത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആരും പോകും? ഓക്സിനും പോകും. അപ്പോൾ ബ്രാഞ്ചസിൻ്റെ ഫോർമേഷൻ തുടങ്ങും. അങ്ങനെ ആ ഷൂട്ട് ടിപ്പ് റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡീക്യാപിറ്റേഷൻ എന്നാണ് വിളിക്കുക. ഡീക്യാപിറ്റേഷൻ. ഓക്കെ, അപ്പോൾ എപ്പിക്കൽ ഡോമിനൻസ് മാറും. ഇനി ഓക്സിൻ്റെ വേറെ ഫങ്ഷൻസ് നോക്കാം. ഇനീഷ്യേറ്റ് റൂട്ടിങ്. റൂട്ടിങ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. അത് ഓക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ്. ഇനീഷ്യേറ്റ് റൂട്ടിങ്. പ്രൊമോട്ട് ഫ്ലവറിങ്. ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യിക്കുന്നു. എക്സാമ്പിൾ ഇൻ പൈനാപ്പിൾസിലൊക്കെ ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്സിനാണ്. പ്രിവെൻറ്റ് ലീഫ് ആൻഡ് ഫ്രൂട്ട് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജസ്. മെച്ചൂർ ആകുന്നതിന് മുമ്പിലെ ഏർലി സ്റ്റേജിൽ തന്നെ ഫ്രൂട്ടും അതുപോലെ തന്നെ ലീഫൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നതിനെ ഓക്സിൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് പ്രൊമോട്ട് അബ്സിഷൻ ഓഫ് ഓൾഡർ മെച്ചൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. മെച്ചൂർ ലീവ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ അബ്സിഷനെ പ്രൊമോട്ട് ചെയ്യിക്കുന്നു. ആൻഡ് ഇറ്റ് ഇൻഡ്യൂസ് പാർത്തനകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ഫംഗ്ഷനാണ് ഇറ്റ് കൺട്രോൾ സൈലം ഡിഫറൻഷിയേഷനെ കൺട്രോൾ ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഓക്സിൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന പ്ലാന്റ് ഹോർമോൺ ആണ് ജിബെർലിൻസ്. ജിബെർലിൻസ് നമ്മൾ പേര് കൊടുക്കുന്നത് GA1, GA2, GA3 എന്നിങ്ങനെയാണ്. അതായത് ഓൾമോസ്റ്റ് 100 ടൈപ്സ് ജിബെർലിൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തതും ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തതും GA3 ആണ് കേട്ടോ. GA3. ഇനി ഓൾ GAs ആർ അസിഡിക്. എല്ലാ ജിബെർലിൻസും അസിഡിക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ജിബെറലിക് ആസിഡ് അല്ലെങ്കിൽ GA എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ജിബെർലിൻസിൻ്റെ ഫങ്ഷൻ എന്ന് നോക്കാം. ഇറ്റ് ഇൻക്രീസ് ലെങ്ത് ഓഫ് ആക്സിസ് ആൻഡ് സ്റ്റെമ്മിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിബെറിൻ ഹെൽപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾ ഗ്രേപ്പ് സ്റ്റോക്സ്. ഗ്രേപ്സിലൊക്കെ അവരുടെ സ്റ്റെമ്മിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ജിബെർലിൻസ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഡിലേ സെനസെൻസിനെ ജിബെർലിൻസ് ഡിലേ ചെയ്യിക്കുന്നു. സ്പീഡപ്പ് മാൾട്ടിംഗ് പ്രോസസ് ഇൻ ബ്രൂവിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ മാൾട്ടിംഗ് പ്രോസസ് സ്പീഡപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ജിബെർലിൻസ് ആണ്. അടുത്ത പോയിന്റ്, പ്രൊമോട്ട് ബോൾട്ടിംഗ്. ജിബെർലിൻസ് ബോൾട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യിക്കുന്നു. എന്താണ് ബോൾട്ടിംഗ്? ഇന്റർനോഡ് ഇലോങ്ങേഷൻ ജസ്റ്റ് പ്രയർ ടു ഫ്ലവറിങ്ങിന് തൊട്ട് മുമ്പിലുള്ള ആ ഇന്റർനോഡ് ഇലോങ്ങേഷനെയാണ് നമ്മൾ ബോൾട്ടിംഗ് എന്ന് വിളിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. നോക്ക്, ഫ്ലവറിങ്ങിന് തൊട്ട് മുമ്പ് ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്തു. ഇതാണ് ബോൾട്ടിംഗ്. അപ്പോൾ ജിബെർലിൻസ് എന്ത് ചെയ്യുന്നു? ബോൾട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യിക്കുന്നു. ആൻഡ് ജിബെർലിൻസിൻ്റെ ലാസ്റ്റ് ഫംഗ്ഷനാണ് ടു പ്രൊമോട്ട് സീഡ് ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യിക്കുന്നു. ഇത്രയാണ് ജിബെർലിൻസിനെ പറ്റിയുള്ള പോയിന്റ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സൈറ്റോകൈനിൻസ് ആണ്. സൈറ്റോകൈനിൻസ് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇറ്റ് പ്രൊമോട്ട് സൈറ്റോകൈനസിസ് പ്രൊമോട്ട് ചെയ്യിക്കുന്നു. അതായത് സെൽ ഡിവിഷൻ കൂടുതലായിട്ട് നടക്കുന്ന പാർട്സിലാണ് സൈറ്റോകൈനിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്കവേർഡ് ആസ് കൈനറ്റിൻ. സൈറ്റോകൈനിൻ നമ്മൾ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് കൈനറ്റിൻ എന്നുള്ളൊരു ഫോമിലാണ്. കൈനറ്റിൻ എന്ന് പറഞ്ഞാൽ അത് മോഡിഫൈഡ് ഫോം ഓഫ് അഡിനൈൻ ആണ്. നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അഡിനൈൻ ഡെറിവേറ്റീവ്സ് ആണ് കൈനറ്റിൻ എന്ന്. സോ സൈറ്റോകൈനിൻ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്
കൈനറ്റിൻ എന്നുള്ള ഫോമിലാണ്. കൈനറ്റിൻ എന്ന് പറഞ്ഞ ഒരു മോഡിഫൈഡ് ഫോം ഓഫ് അഡിനൈൻ ആണ്. ഇനി സൈറ്റോകൈനിൻ്റെ നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയ നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ് സിയാറ്റിൻ. നാച്ചുറലായിട്ട് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ സൈറ്റോകൈനിലേക്ക് ആക്ടിവിറ്റി ഉള്ള സബ്സ്റ്റൻസ് ആണ് സിയാറ്റിൻ. ഇനി എന്തൊക്കെയാണ് സൈറ്റോകൈൻസിൻ്റെ ഫങ്ഷൻ എന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്പ് ടു ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാൻ സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ന്യൂ ലീവ്സിൻ്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു, ലാറ്ററൽ ഷൂട്ട് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ഫ്രൂട്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു, ലീവ്സിൽ ക്ലോറോപ്ലാസ്റ്റ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ അഡ്വൻറ്റേഷ്യസ് ഷൂട്ട് ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് സൈറ്റോകൈൻസിനെ പറ്റി അറിയേണ്ട പോയിന്റ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എത്തിലീൻ ആണ്. എത്തിലീൻ നമുക്കറിയാം ഒരു ഗേഷ്യസ് ഹോർമോൺ ആണ്. ഇനി എത്തിലീൻ്റെ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് എത്തഫോൺ ആണ്. എത്തഫോൺ വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഓഫ് എത്തിലീൻ. എത്തിലീൻ പ്രൊമോട്ട് ഫ്രൂട്ട് റൈപ്പിനിങ്. എത്തിലീൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ആണ് ഇറ്റ് പ്രൊമോട്ട് ഫ്രൂട്ട് റൈപ്പിനിങ്. ഇനി എൻഹാൻസസ് ദി റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിങ് ഫ്രൂട്ട് റൈപ്പിനിങ്. എത്തിലീൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രൂട്ട് റൈപ്പിനിങ്ങിൻ്റെ ആ സമയത്ത് പ്ലാന്റ്സിൽ റെസ്പിറേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യിക്കുന്നു. അതിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് റൈപ്പനിങ് പീരീഡിൽ പ്ലാന്റ്സിൻ്റെ റെസ്പിറേഷൻ റേറ്റ് എൻഹാൻസ് ചെയ്യുന്നതാണ്. സോ എത്തിലീൻ എന്ത് ചെയ്യുന്നു? റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എൻഹാൻസ് ചെയ്യുന്നു. അടുത്ത പോയിൻ്റാണ് ഇറ്റ് ബ്രേക്ക് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി. സീഡ് ആൻഡ് ബഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യുന്നു. ഇനീഷ്യേറ്റ് ജെർമിനേഷൻ ഇൻ പീനട്ട് സീഡ്സ്, സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടറ്റോ ട്യൂബേഴ്സ്. അപ്പോൾ എത്തിലീന് പീനട്ട് സീഡ്സിൽ ജെർമിനേഷൻ ഇനീഷ്യേറ്റ് ചെയ്യിക്കുന്നു, അതുപോലെ തന്നെ പൊട്ടറ്റോ ട്യൂബേഴ്സിൻ്റെ സ്പ്രൗട്ടിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. പ്രൊമോട്ട് ഇൻ്റർനോഡ് ഓർ പീറ്റിയോൾ ഇലോങ്ങേഷൻ ഇൻ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സ്. ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സിൽ ഇൻ്റർനോഡ് ഇലോങ്ങേഷനെ പ്രൊമോട്ട് ചെയ്യിക്കുന്നതും എത്തിലീനാണ്. അടുത്ത പോയിന്റ് പ്രൊമോട്ട് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ. നമ്മൾ കണ്ടിരുന്നു ഓക്സിനാണ് റൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. റൂട്ട് ഗ്രോത്തിനും റൂട്ട് ഹെയർ ഫോർമേഷനും പ്രൊമോട്ട് ചെയ്യിക്കുന്നത് എത്തിലീനാണ്. അടുത്ത പോയിന്റ് പ്രൊമോട്ട് സെനസൻസ് ആൻഡ് അബ്സിഷൻ ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. സെനസൻസ് പ്രൊമോട്ട് ചെയ്യിക്കുകയും അതുപോലെ തന്നെ ലീവ്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും അബ്സിഷനെ പ്രൊമോട്ട് ചെയ്യിക്കുന്നതും എത്തിലീനാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പ്രൊമോട്ട്സ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബേഴ്സ്. കുക്കുംബറിൽ ഫീമെയിൽ ഫ്ലവേഴ്സിനെ പ്രൊമോട്ട് ചെയ്യിക്കുന്നതും എത്തിലീനാണ്. ഇത്രയാണ് നമ്മൾ എത്തിലീനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന പ്ലാന്റ് ഹോർമോൺ അബ്സിസിക് ആസിഡ് ആണ്. അബ്സിസിക് ആസിഡ് ഈസ് ആൻറ്റഗോണിസ്റ്റ് ടു GA. അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് ജിബറിലിൻ അല്ലെങ്കിൽ ജിബ്രലിക് ആസിഡിന് ആൻറ്റഗോണിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്നാ? ജിബ്രലിക് ആസിഡിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അബ്സിസിക് ആസിഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻറ്റഗോണിസ്റ്റ് ടു GA. ഇനി അടുത്ത പോയിൻ്റാണ് സ്റ്റിമുലേറ്റ് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ ക്ലോഷറിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. ഡ്രോട്ടൊക്കെ ഉള്ള കണ്ടീഷനിൽ സ്റ്റൊമാറ്റയുടെ ക്ലോഷറിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അബ്സിസിക് ആസിഡ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ഇൻക്രീസ് ടോളറൻസ് ഓഫ് പ്ലാന്റ്സ് ടു സ്ട്രെസ്സസ്. പ്ലാന്റ്സിന് ടോളറൻസ് കൂട്ടുന്നു. എന്തിനോടുള്ള? സ്ട്രെസ്സസിനോടുള്ള ടോളറൻസ് കൂട്ടാൻ സഹായിക്കുന്നത് അബ്സിസിക് ആസിഡ് ആണ്. സോ നമ്മൾ അതിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? സ്ട്രെസ് കണ്ടീഷനിലേക്ക് പ്രതികരിക്കാൻ പ്ലാന്റ്സിനെ സഹായിക്കുന്നത് അബ്സിസിക് ആസിഡ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് സ്ട്രെസ് ഹോർമോൺ. ഇനി അടുത്ത പോയിൻ്റാണ് ഇറ്റ് ഇൻഹിബിറ്റ് സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷനെ അബ്സിസിക് ആസിഡ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻഡ്യൂസ് സീഡ് ഡോർമൻസി. അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ സീഡ് ഡോർമൻസി ഇൻഡ്യൂസ് ചെയ്യിക്കുന്നതും അബ്സിസിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അബ്സിസിക് ആസിഡിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ പ്ലാന്റ് ഹോർമോൺസിൻ്റെ ഡിസ്കവറിയെ പറ്റിയാണ്. ആദ്യമായിട്ട്
ആക്സിഡൻ്റലായിട്ടാണ് ഈ എല്ലാ പ്ലാന്റ് ഹോർമോൺസും കണ്ടെത്തിയത്. ഫസ്റ്റ് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തത് ചാൾസ് ഡാർവിനും അദ്ദേഹത്തിൻ്റെ സണ്ണായ ഫ്രാൻസിസ് ഡാർവിനും ആയിരുന്നേ. അവർ സ്റ്റഡി ചെയ്തത് ടിപ്പ് ഓഫ് കോളിയോപ്റ്റൈലിലായിരുന്നു. അപ്പോൾ കോളിയോപ്റ്റൈലിൻ്റെ ടിപ്പിൽ ഓക്സിൻ ഉണ്ടെന്ന്, ഓക്സിൻ്റെ ഒരു സോഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തിയത് ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനും ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് ഓക്സിനെ ഐസോലേറ്റ് ചെയ്തെടുത്തത് FW വെൻറ്റാണ്. ഓക്കെ, ഇനി റൈസിൽ വരുന്നൊരു ഡിസീസായിരുന്നു ദ ബെക്കാനെ ഡിസീസ് അല്ലെങ്കിൽ ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. റൈസ് പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസായിരുന്നു. ഓക്കെ, ആ ഡിസീസ് കോസ് ചെയ്തത് ജിബറല്ല ഫ്യൂജിക്കുറൈ എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ആയിരുന്നേ. അപ്പം ജിബറല്ല ഫ്യൂജിക്കുറൈ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ് അല്ലെങ്കിൽ ബെക്കാനെ ഡിസീസ് എന്ന് പറയുന്നത്. അത് ഇൻഫെക്റ്റ് ചെയ്യുന്നത് റൈസ് പ്ലാന്റ്സിനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് നോർമൽ പ്ലാന്റ്സിനേക്കാളും ഹൈറ്റ് കൂടുതലായിരുന്നു. ഓക്കെ, ഇതിന് കാരണം ഈ ജിബറല്ല ഫ്യൂജിക്കുറൈ എന്ന് പറഞ്ഞ ഫംഗസിൻ്റെ ബോഡിയിലുള്ളൊരു ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണെന്ന് കണ്ടെത്തി. ആ ആക്റ്റീവ് സബ്സ്റ്റൻസ് ജിബറലിക് ആസിഡ് ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ജിബറലിക് ആസിഡിനെ കണ്ടെത്തിയത്. അത് ഡിസ്കവർ ചെയ്തത് ഈ കുറോസോവ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഈ കുറോസോവ. ഓക്കെ, ഇനി കൈനറ്റിൻ കണ്ടെത്തിയത് സ്കൂഗ് ആൻഡ് മില്ലർ ആണ്. സ്കൂഗ് ആൻഡ് മില്ലർ ഈ രണ്ടുപേരും ചേർന്നാണ് കൈനറ്റിൻ എന്ന് പറഞ്ഞ സൈറ്റോകൈനിൻ്റെ ഒരു ഫോം കണ്ടെത്തിയത്. ഇനി in mid-1960 3 inhibitors are identified: inhibitor B, abscission 2 and dormin. 1960 3 ഇൻഹിബിറ്റേഴ്സ് കണ്ടെത്തി. അതായത് ഇൻഹിബിറ്റർ B, അബ്സിഷൻ 2 ആൻഡ് ഡോർമിൻ. ഈ മൂന്നും പിന്നീട് ഒരേ സബ്സ്റ്റൻസ് ആണെന്ന്, കെമിക്കലി ഐഡൻറ്റിക്കൽ ആണെന്ന് തിരിഞ്ഞു. അതിനെ അവർ അബ്സിസിക് ആസിഡ് എന്ന് നെയിം ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് അബ്സിസിക് ആസിഡ് കണ്ടെത്തിയത്. ഇനി ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ എത്തിലീനെ കണ്ടുപിടിച്ചത്. അത് കണ്ടെത്തിയത് H.H. കസിൻസ് ആണ്. ഓക്കെ, കൺഫേംഡ് റിലീസ് ഓഫ് എ വോളറ്റൈൽ സബ്സ്റ്റൻസ് ഫ്രം റൈപ്പൻഡ് ഓറഞ്ച് ലേറ്റർ ഐഡൻറ്റിഫൈഡ് ആസ് എത്തിലീൻ. അതായത് റൈപ്പൻഡ് ഓറഞ്ചിൽ നിന്ന് എന്തോ ഒരു വോളറ്റൈൽ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ചെയ്തത് H.H. കസിൻസ് ആയിരുന്നു. പിന്നീട് അത് എത്തിലീൻ ആണെന്ന് കണ്ടെത്തി. അപ്പം ഇത്രയാണ് നമ്മൾ പ്ലാന്റ് ഹോർമോൺസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്